ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ്. വൺ ഡേ ട്രിപ്പാണ്. പെട്ടെന്നുണ്ടായ ഒരു പ്ലാനാണ്. അപ്പോൾ നമ്മൾ വിനിയണ്ണുണ്ട്, അയ്യപ്പനുണ്ട്, സൂര്യനുണ്ട്, അനന്തൂസലിയുണ്ട്, വിഷ്ണുണ്ണുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ നമ്മളിന്ന് പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇല്ലിക്കക്കല്ല് പോകുന്നുണ്ട്, അത് കട്ടിക്കായം വാട്ടർഫോൾ പോകുന്നുണ്ട്, പിന്നെ ഒരു അയ്യാമ്പാറ ഹിൽസ് പോകുന്നുണ്ട്. എല്ലായിടത്തേക്കും നമ്മൾ പെട്ടെന്നാണ് ഒരു യാത്ര പോകണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇറങ്ങി തിരിച്ച് ഇല്ലിക്കക്കല്ല് എവിടെയാണ് കുറച്ച് സ്ഥലത്തൊക്കെ പ്ലാൻ ചെയ്തു. അപ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ട്. സൂര്യനുണ്ട്, അനന്തൂസലിയുണ്ട്, അയ്യപ്പനുണ്ട്, വിനിയാനുണ്ട്, വിഷ്ണുനുണ്ട്. നമ്മളിപ്പം ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തിരിക്കുവാണ്. അവിടെ നിന്ന് കാണാൻ പറ്റത്തില്ല, വെയിലായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിക്കാൻ വേണ്ടി ബ്രേക്ക് എടുത്തിരിക്കുവാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒക്കെ കാണാം. അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് എന്താണ് ആരോഗ്യം ആകല്ലോ. അതുകൊണ്ട് നമ്മൾ വന്നിരിക്കുവാണ്. എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒരു ഹായ് കൊടുക്കൂ എൻ്റെ ബ്ലോഗിലേക്ക്. നമ്മളവിടെ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിരിക്കും. നോക്കൂ, അതാരാ കല്ല് വളരെ കുത്തനെ കിടക്കുന്ന ഒരു ഏരിയയാണ്. വണ്ടിയൊക്കെ ബുദ്ധിമുട്ടിയാണ് കയറി പോകുന്നത്. നമ്മുടെ വണ്ടി കയറിയപ്പോൾ ഓഫായി പോയി. ഫ്രണ്ടിലൊരു കാർ വന്നപ്പോൾ നമ്മൾ നിർത്തിയതാണ്, അങ്ങനെ ഓഫായിപ്പോയി. അതിനുശേഷം നമ്മൾ വീണ്ടും പോകാൻ പോവാണ്. കയറിക്കോ. എന്നാ കുത്തനെയല്ലേ, ഇതൊക്കെ നിരപ്പായിട്ട് പണിയാണല്ലോ. 20 രൂപ വെച്ചും പിന്നെ ജീപ്പുണ്ട്. വരാൻ പറ്റാത്തപ്പോൾ ജീപ്പ് കയറി പോകാം. അതിൻ്റെ എല്ലാം റേറ്റാണ് ആ കാണുന്നത്. ഇന്ന് ഭയങ്കര തിരക്കാണല്ലോ. ഇന്നിവിടെ നല്ല തിരക്കാണ്. പിന്നെ ഇവിടെ KSRTC ബസ്, ഉല്ലാസയാത്ര ബസ് കണ്ടുപോകുന്ന ഇവിടെ കിടപ്പുണ്ട്. അത് കണക്ക് എന്താണ് അതേലും വരാം. പിന്നെ ബൈക്ക് വരുന്നൊക്കെ റിസ്ക്കാണ്. കുറച്ച് റിസ്ക് എടുക്കുവാണെങ്കിൽ ഇറങ്ങി പോരാം. CC ഉള്ള വണ്ടി വേണം. ഈ ബസ്സൊക്കെ എങ്ങനെ കൊണ്ടുപോകുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് ഇല്ലിക്കക്കല്ല് എത്തിയിട്ടുണ്ട്. എല്ലാവരും നടന്ന് കയറുവാണ്. ഇവിടുന്ന് കുറച്ച് നടക്കാറുണ്ട് അല്ലേ? എന്താണ് എല്ലാവർക്കും പറയാനുള്ളത്? പറ വേന്ന് പറ. ഇതിലും പറ. കണ്ണട വെച്ചിട്ട് 2 ഡയലോഗ് പറ. വിനിയാണെന്തേ വലിഞ്ഞു വരുവാണെന്ന്. ജീപ്പൊക്കെ വരുന്നുണ്ട്. ഇതിനുമ്പ് നമ്മളൊന്ന് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ വീണ്ടും വന്ന് ഈ മല കയറുവാണ്. വല്ലാത്ത ടൂ ആണ് തന്നെ അല്ലേ അയ്യപ്പ? വല്ലാത്ത ടൂ തന്നെ. അങ്ങനെ നമ്മൾ കയറുവാണ്. ഇവിടെ ടവറൊക്കെ ഉണ്ട്. ഏതായത് BSNL. അപ്പോൾ ഇവിടെ നിന്ന് നടന്നു എൻ്റെ കയറി പോകണം. എല്ലാവരും വരിക, അത് തന്നെ പറയാനുള്ളത്. ക്ഷീണിച്ചു. അപ്പം നമുക്കൊരു ബ്രെഡ് ഓംപ്ലേറ്റ് എല്ലാവർക്കും കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. അപ്പം ക്ഷീണം മാറിയിട്ട് മല കയറാമല്ലോ. നല്ല ഊക്കം വെയില. നമ്മളൊരു കളിപ്പാട്ടം മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വേറെ നമ്മളിവിടെ എത്തി. ഇവിടെ പുറത്തു കയറി ഇരിക്കല്ലേ. നമ്മുടെ ടൈം ഇവിടെ ഇരിപ്പുണ്ട്. വാ കയറി വാ. കാണുന്നതാണ് ഇല്ലിക്കക്കല്ല്. ഇതിൻ്റെ ചരിത്രം എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം. മറ്റേ ചരിത്രം ചോദിക്കുകയാണെങ്കിൽ ചരിത്രം അറിയാവുന്നവർ പറയുക. നമ്മൾ ഇല്ലിക്കയിലെത്തിയിട്ടുണ്ട്. നമ്മളിവിടെ നോക്കി നിൽക്കുകയാണ്. ഈ കാണുന്നതാണ് ഇല്ലിക്കല്ല്. നല്ല തിരക്കാണ്. അതുകൊണ്ട് ഇവിടെ ക്ഷീണിച്ച് നിന്നുപോയി കിടന്നുണ്ടോ. അങ്ങനെ ഇതാണ് ഇല്ലിക്കക്കല്ല്. ഇതിൻ്റെ ചരിത്രം എന്താ? രാമൻ്റെ എന്താ ചരിത്രം പറയുന്നത്? അനന്തൂസലിയുണ്ട്. ഇല്ലിക്കക്കല്ല് കണ്ടെന്ന് വിശ്വസിക്കുന്നത് നമ്മൾ തിരിച്ചിറങ്ങുവാണ്. നട്ടുച്ച വലുതായ സൂര്യൻ തലയ്ക്ക് വീഴില്ല. അതുകൊണ്ട് നേരലൊന്നും കാണില്ല. അതുകൊണ്ട് നമ്മൾ ഇറങ്ങി പോവാണ്. കല്ലൊക്കെ കണ്ടതിനിപ്പോൾ നമ്മൾ തിരിച്ച് ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ നമ്മൾ കട്ടിക്കാൻ വാട്ടർഫോൾസിൽ പോകുന്നുണ്ട്. പിന്നെ വേറെ സ്ഥലത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് പോകാൻ പറ്റില്ല, പോകണം. അവർ വരുന്നില്ല. ഇവിടെ വാടാ. അവരവിടെ നിൽക്കുന്നു. ഞാൻ പ്ലാനും അറിയില്ല. ഇറങ്ങും. മഴക്കാറ് കൊള്ളുന്നു. ഒരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചിരിക്കുകയാണ്. അവിടെ കുറച്ച് പേര് നിൽപ്പുണ്ട് അല്ലേ? നമ്മൾ കണ്ടുപിടിച്ചേ. ഇവിടെ ഇരുന്ന് വേറെ പണിയൊന്നും ഇല്ലാതാണ് നമ്മളെല്ലാവരും കൂടെ നോക്കി കണ്ടുപിടിച്ചാൽ. എത്രയ്ക്ക് കണ്ണാണ് എല്ലാവർക്കും. പിന്നെ നമ്മൾ ഫോണിലൊന്ന് കാണിച്ചു തരാം. അവിടെ നിൽക്കുന്ന ആൾക്കാരെ ഒന്ന് കാണിച്ചു തരുമോ? കണ്ടോണേ, നമ്മൾ കാണിച്ചു തരാം. അയ്യോ ഇത് പക്ഷേ ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ അടി കൊടുക്കുക. അത് നടക്കത്തില്ല. അത് കാണാൻ പറ്റത്തില്ല. ഇതിൻ്റെ അത്
നമ്മൾ സൂം ചെയ്ത് കണ്ട് ട്രെയിൽ നമ്മളത് കണ്ടിട്ടുണ്ട്, അവരവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആരായാലും വീഡിയോ കണ്ട് ഉടനെ തന്നെ ഇറങ്ങി പോകണം. നിങ്ങളെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. ബാ, നമ്മൾ വലിയ കല്ലൊക്കെ കണ്ടു. ഇനിയിപ്പം നമ്മൾ നേരെ ഇറങ്ങുവാണ്. ബാ 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 നമ്മളപ്പം അത്രയാവും. നമ്മൾ ഇറങ്ങി പോവാണ്. ഇനി ഇലിക്കക്കല്ല് ഇറങ്ങി താഴത്തെത്തണം. അതാണ് അടുത്ത ടാസ്ക്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം അവിടെയൊക്കെ ഇങ്ങനെ നടത്തണം അവിടെ പോയായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയില്ല. അപ്പം നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങി പോട്ടെ. ഇല്ലിക്കക്കല്ലിൽ മഹാതല ഭയങ്കര തിരക്കാണ്. കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പുയ്യോപ്പിൻ്റെ അവധിയൊക്കെ ആയതുകൊണ്ടാണ് ഭയങ്കര തിരക്ക്. പിന്നെ അതുമാത്രമല്ല KSRTC ആണ് അവിടെ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് കിടക്കുന്നത്. മിസ്റ്റർ ഗണേഷ് കുമാർ, താങ്കളുടെ വണ്ടി എന്താണ് ഇവിടെ ബ്ലോക്ക് ഉണ്ടാക്കുന്നത്? അപ്പം മന്ത്രിയാണ്. അടുത്ത നമ്മുടെ കട്ടിക്കായം വാട്ടർഫോൾസ് വന്നിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ വെള്ളച്ചാട്ടത്തിൽ വെള്ളം ഉണ്ടോ നോക്കാൻ പോവാണ്. വെള്ളം ഉണ്ടെങ്കിൽ കുളിക്കാൻ ഉടുപ്പുണ്ടോ വേറെ? ഞങ്ങൾ കേട്ടില്ല. ആ ഉണ്ട്, അതിൻ്റെ ആളെ കണ്ടില്ല. കട്ടിക്കകത്തേക്ക് നടക്കുവാണ്. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കുവാണ്. ഇവിടെ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങി പൊക്കോണ്ടിരിക്കുവാണ്. എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട്. കുറച്ച് ഇറങ്ങാനുണ്ട്. ഓടി വാ. ഇനി ഒരാൾ കൂടെ ഉണ്ടായിരുന്നല്ലോ. പുറകെ വരുന്നുണ്ട് ഒരാൾ. നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെല്ലണം. ആരൊക്കെ കുളിക്കുന്നുണ്ട്? ഇപ്പം നല്ലൊരു ക്ലിപ്പ് കിട്ടിയാനെ. റെക്കോർഡായിരുന്നു. ആദ്യം ഇട്ടിരിക്കും. അപ്പോൾ ഇവിടുന്ന് ആൾ വരുന്നുണ്ട്. നോക്കി തന്നെയല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ താഴോട്ട് താഴെ വെള്ളച്ചാട്ടത്തിൽ ചെന്നിട്ട് കാണാം. കട്ടിക്കായം വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സ്ഥലം ഇവിടെ കുളിക്കാം. ഇവിടെ താഴോട്ടുണ്ട്. അവിടെ പോയി വേണം കുളിക്കാം. നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കുളിക്കാൻ വേണ്ടി. മേളിൽ നിറച്ച ആൾക്കാരാണ് താഴോട്ട് പോകുന്നത്. ഇവിടെ കുളിക്കാനാണ് പ്ലാൻ. അപ്പോൾ അവർ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പോകുന്നു. അവരിതൊരു വരും. നമ്മളിവിടെ ഇറങ്ങി ഒരു കുളിക്കും. വെള്ളം കണ്ടിട്ടില്ലാത്ത എനിക്ക്. ിരിക്കുന്നത് അയ്യൻപാറ എന്നൊരു സ്ഥലമാണ്. അയ്യപ്പൻ്റെ എന്തോ ക്ഷേത്രം ഇവിടെ ഉണ്ടോ? അയ്യപ്പൻ്റെ എന്തോ പാത്രം എന്തോ ഉണ്ട്. അപ്പം നമ്മളിവിടെ വന്നു. ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ റെക്കമെൻഡ് ചെയ്യാം. ഓക്കെ അല്ലേ? ഒരു സൺസെറ്റൊക്കെ വരുമ്പോൾ സൂപ്പറാണ്. ഓരോരോ മരം ഒയ്യേ അങ്ങനത്തെ നിങ്ങൾ കൊണ്ടു. ഇതാണ് ഈ ഡെസ്റ്റിനേഷൻ. ഇവിടെ അധികം ആൾക്കാർ വരാത്ത സ്ഥലമാണ്. ഇപ്പോൾ ഈയിടെ അത് ഫേമസ് ആയി വരുന്നുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുവാണ്. ഇതാണ് നിങ്ങൾ കാണുന്നത് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം. കൊള്ളാമല്ലേ? അവിടെ മല, മൊത്തം മല. ഈ മരുഭൂമി ചെന്നാണ് കൊണ്ട് കൂടി അവിടെ ഇവിടെ കിടക്കുന്നത്. അതൊക്കെ ഈരാറ്റുപേട്ട ഏരിയ എന്ന് തോന്നി. ഇത് പാറയിൽ വന്ന് എല്ലാവരും കിടക്കുവാണ്. സലിയൊക്കെ കിടക്കുവാണ്. അവിടെ ഇവിടെ ആയിക്കോട്ടെ എല്ലാവരും ഇരിക്കുവാണ്. വിനയൻ അവിടെ ഇരിപ്പുണ്ട്. വൈബടിക്കുവാന്ന് തോന്നുന്നു. ഒരു യേശുദാസിൻ്റെ അല്ല ഒരു 6 പാട്ടിട്ട് തരണം. വിനയണ്ണൻ വൈബടിക്കുന്നു. അവിടെ ഈ സൂര്യനും വിഷ്ണുവിനും അവിടെ കിടപ്പുണ്ട്. അതെന്താ അവിടെ പോയിരുന്നത് നമുക്കറിയത്തില്ല. അവരവിടെ പോയിരുന്നത് എന്തോ അതായിരിക്കും. അവരവിടെ പോയിരുന്നു. നമ്മളിവിടെ ഇതിൻ്റെ ഒരു ഭാഗം ഇവിടെ. പക്ഷെ അവിടെ നല്ല വ്യൂ ആയിരുന്നു. അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ അവിടെ പോകാം. സൂര്യൻ അവിടെ സൺസെറ്റ് ആകുമ്പോൾ സെറ്റപ്പ് ആയിരിക്കും അല്ലേ? മങ്ങനാശ്ശേരിയിലെത്തി. നമ്മുടെ ട്രിപ്പ് അവസാനിക്കുകയാണ്. ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിയും. കുറേ വണ്ടി ഓടിച്ചുകൊണ്ട് നമ്മളധികം ഇപ്പം തിരിച്ച് നമ്മൾ അവിടെ നിന്ന് പോന്നു. എന്നിട്ടിപ്പം ചങ്ങനാശ്ശേരി വന്നു, ഫുഡ് അടിക്കുന്നു, തിരിച്ച് വീട്ടിൽ പോകുന്നു. അപ്പം ബൈ.